ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറി. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 3/4 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പം ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് സാധനവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ സവാള ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് അരിഞ്ഞേക്കണത്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിക്കകത്ത് പച്ചമുളകിൻ്റെ എരിവും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയുടെ എരിവും ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഞാനിപ്പോൾ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ, നമുക്ക് പിന്നീട് വേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും ഒക്കെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂടിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാലിലും നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതും അല്ലെങ്കിൽ പാതി എടുക്കാം. പകുതി തേങ്ങാപ്പാലും അതേപോലെ തന്നെ പകുതി വെള്ളവും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ വേവിക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം. അതും അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാലും മതി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലൊരു 4-5 വിസിൽ കൊടുക്കാം. ചില ഗ്രീൻ പീസിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ അത് വെന്ത് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് ഞാൻ തീ ഓഫ് ചെയ്തു. അതിൻ്റെ പ്രഷർ പോണ സമയം കൊണ്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കണത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കുക. ഒരു നാടൻ റെസിപ്പിയാണല്ലോ. ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്പൈസസിൻ്റെ നല്ലൊരു സ്മെല്ല് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പം ഞാൻ കുറച്ചാണ് ഇട്ടേക്കണത്. ഇപ്പം നമ്മുടെ സ്പൈസസിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ചതച്ചെടുക്കുക, അതും അല്ലെങ്കിൽ അരിഞ്ഞിടുക, ഏതായാലും മതി. പേസ്റ്റ് ആക്കണ്ട. ചെറിയ തീയിൽ വെച്ച് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം എന്ന് പറയുന്നത് ഫെന്നൽ സീഡ്സ് ആണ്, വലിയ ജീരകം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ തന്നെ വെക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞിടാം. അതും അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്താണോ കുറവ് അത് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കറക്റ്റാണ്.
അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ചേർക്കുന്നുള്ളൂ. ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ ദാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കണത്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഒന്നെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, അതും അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. പച്ചവെള്ളം ചേർക്കരുത്, അപ്പോൾ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കറിക്ക്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.